അന്തോണിസ്റ്റാറ്റിനെയും ഡേവിസ് ബ്രദറിനെയും അതുപോലെ നമ്മുടെ കൂട്ടായ്മയെയും ഈ ഇടവകയെയും പ്രദേശത്തിന് ആരാധനയ്ക്കായിട്ട് നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്ന നമ്മുടെ കൊച്ചച്ഛനെയും അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനെല്ലാം അനുവാദം തരുന്ന നമ്മുടെ ഗായകത്തിലേക്ക് കൊടുക്കാം. കർത്താവിന്റെ വലിയ കൃപ പ്രത്യേകിച്ച് ഈ മഴ ഇതൊക്കെയുള്ള ഈ കാലാവസ്ഥയിൽ പരിശുദ്ധാത്മയുടെ വിവരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ ഞങ്ങളുടെ പരിശുദ്ധ അമ്മയെ അമ്മയുടെ ദർശനത്തിന് നന്ദി പറഞ്ഞു ഇരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് വചനം പറയുന്നു, നിങ്ങൾ എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും എല്ലാ നന്മകളോട് നന്ദി പറഞ്ഞു ഒരു ഹൃദയത്തോടെ ഒരു മനസ്സായ കുടുംബമായി നന്ദി പറഞ്ഞു സ്തുതിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 14-ാം അധ്യായത്തിൽ 2-ാം വാക്യം പറയുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കും. ഒരു ദിവസം മമ്മി എന്നെ മനസ്സിലായി, എന്തോ ഇവൻ കഴിച്ചിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മമ്മി മനസ്സിലായി, മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ജവാനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷം കാണുന്നുണ്ട്, എന്നും കുർബാനയ്ക്ക് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കില്ല. എന്താ കാരണം? ഞാനിനി നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. കാരണം പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവുമായുള്ള ആ സ്നേഹബന്ധത്തിൽ സ്നേഹിതനോടെന്ന പോലെയുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നന്ദി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി എന്ന് പറയണം, അല്ലെ? എന്നാൽ സ്തുതിക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലതുകരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് നമ്മുടെ മേൽ ചൊരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതിന് നമുക്കൊരു ഫോർമാലിറ്റീസ് ഒന്നുമില്ല, നമ്മൾ കുറച്ച് പേരുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് പേര് ചൊല്ലിച്ചിരിക്കുകയാണ്. കർത്താവ് സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. കാരണം ഇത്രമാത്രം ഈ ജനങ്ങൾക്ക് മാത്രം ഈ ദേശത്ത് നിന്ന് നമ്മെയാണ് കർത്താവ് പേര് ചൊല്ലി വിളിച്ചിട്ടുള്ളതെങ്കിൽ നമ്മിലൂടെ കർത്താവ് എന്ത് പ്രവർത്തിക്കാനുണ്ട്, നമുക്ക് സ്പെഷ്യലായി എന്തൊരു ഗിഫ്റ്റ് കർത്താവ് നൽകാനുണ്ട്. യെശയ്യാപ്രവാചന പുസ്തകം 40-10 വാക്യം പറയുന്നു, കർത്താവിന്റെ കൈകളിൽ പ്രതിഫലമുണ്ട്, കർത്താവിന്റെ കൈകളിൽ സമ്മാനവുമുണ്ട്. ഈ സമ്മാനം പരിശുദ്ധ അമ്മ വഴി നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് സന്തോഷിക്കാം. മോളെ, എല്ലാം ഈ തെരേസയിലൂടെ
ഹല്ലേലൂയ 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 വലിയവാക്കണമേ, പഠനത്തിലും ജ്ഞാനത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, മകളെ വലിയവാക്കണമേ, സഭയ്ക്കും രാജ്യത്തിലും ഭവനത്തിലും ഈ മകൾ ഈ ദേശത്ത് സകല സംരക്ഷണമാണ്. അതിന് സമർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്നാണ് പരിശുദ്ധ അമ്മ, സ്വർഗത്തിന്റെ ദൂതമാണ് അത്. പരിശുദ്ധ അമ്മ അന്ന് വെളിപ്പെടുത്തിയത് ആവേ മരിയ. അപ്പൊ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വളരെ പവർഫുൾ ആണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സംരക്ഷണം, അതിന്റെ പ്രാർത്ഥന, ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ നിരീശ്വരവാദമായി അവിടെ അതുപോലെ വൈദികർ കൊല്ലപ്പെട്ടു, വിശ്വാസികൾ തകർക്കപ്പെട്ടു, പള്ളികൾ തകർക്കപ്പെട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു? പരിശുദ്ധ അമ്മയുടെ ആ ഒരു കാര്യം ചെയ്താലും ഇത് മാത്രം അനുഗ്രഹം ലഭിക്കുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി റഷ്യ, സോവിയറ്റ് യൂണിയൻ ഒരു പ്രബല ശക്തിയെ വിളിക്കുകയാണ്. അമേരിക്ക മറ്റൊരു ശക്തി. അങ്ങനെ 3 പേര് ഏറ്റവും അത്ഭുതങ്ങൾ സംഭവിക്കും. സോവിയറ്റ് യൂണിയൻ അതിൽ പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചു. അവിടെ പ്രാർത്ഥിച്ചു, രഹസ്യമായിട്ടാണ് സമർപ്പിച്ചത്. റഷ്യയിലെ കുറച്ച് അച്ഛന്മാരെ കൊണ്ടുവന്നു. റോമിൽ ഓൾറെഡി ആരും പറഞ്ഞില്ല, രഹസ്യമായി വിമലകളുടെ പ്രതിഷ്ഠിച്ചു. നമ്മൾ ചിന്തിക്കും ഈ വിമലകളുടെ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ കൃപകൾ ചൊല്ലിയ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന പുതിയ വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. പുതിയ അഭിഷേകം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രതിസന്ധികളിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ജർമ്മനി 38 പൊട്ടിക്കും. നമ്മുടെ സകല കുരുക്കുകളിൽ കർത്താവ് അഴിച്ച് നമ്മുടെ സ്വതന്ത്രമാക്കാൻ പോകുന്ന അത്ഭുത ദിവസത്തെയോട് ശക്തിയോടെ ഹല്ലേലൂയ പറയാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെയും ഞങ്ങൾ മക്കളായിരിക്കുന്ന ആ സ്ഥലങ്ങളെയും രാജ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ
ഈശോയെ എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ കർത്താവ് മറ്റും കണ്ടുമുട്ടല്ല. അതിലൂടെയാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അനുകരിക്കപ്പെടുന്നത്. നമ്മള് എത്രയോ വർഷങ്ങളായും ആത്മീയമായും ചോദിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്, ഒരു ആഗ്രഹമുണ്ട് അനുഗ്രഹിക്കപ്പെടണം. അല്ലാതെ ഇത്രയും ഈ ജൂൺ മാസത്തിൽ ഇത്രയും മഴ എഴുതുന്നത് ഞങ്ങള് കാറിൽ വന്നപ്പോഴേക്കും നിങ്ങൾ കേട്ടങ്ങൾ ഞങ്ങൾ ചിന്തിക്കാനും ദൈവം എന്നൊക്കെ പറയും. ദൈവം ഞങ്ങളുടെ നടത്തുന്നെങ്കിലും കർത്താവ് കൂടെയുള്ളത് ഞാൻ ഭയപ്പെടുകയില്ല. അത് കഴിഞ്ഞു അതിനെ എന്താ പറയൂ, എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം മരണം കണ്ടു. കർത്തതയുടെ ജോലിയിൽ ഞാൻ ശോധന ചെയ്തു. കർത്താവിന്റെ പ്രത്യേക പരിഗണന നമുക്ക് ഈ സകലം തരുന്നതിന് വേണ്ടിയാണ്. സകലം തരുന്നത് യേശുവിന്റെ സകലത്തോട് പങ്കുചേരാൻ വേണ്ടിയാണ് നമുക്ക് സകലം തരുന്നത്. യേശുവിന്റെ സകലത്തോട് പങ്കുചേരിച്ച് ഒരു പ്രത്യേക ഒരു അസുഖം വന്നു, കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്നാലും എനിക്ക് കഷ്ടകാലം വന്നല്ലോ. അതല്ല, യേശു സ്നേഹിക്കുന്ന സമയമാണത്. യേശു നമ്മളെ സ്നേഹിക്കുന്ന സമയമാണ് നമുക്കൊരു വേദന, ഒരു സകലം കടന്നു വരുന്നത്. ആ സകലം കടന്നു വരുന്ന സമയത്ത് നമ്മൾ യേശുവിന്റെ വഴി പറയുന്നത്, യേശുവിന്റെ സ്നേഹമാണ് എന്ന് പറയുന്നത്. യേശുവിന്റെ ഭക്തത്തോട് പങ്കുചേരാം. യേശുവിന്റെ വചനത്തോട് നമ്മൾ ചെന്ന് യേശുവിന്റെ ആ പീഡസഹനത്തോട് കൂടി നമ്മൾ പങ്കുചേരണം. അതുപോലെ നമുക്ക് യേശു തരുന്ന സകലം യേശുവിന്റെ സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹമാണ് നമുക്ക് സകലമായി തരുന്നത്. സർവശക്തനായ യേശുവിനെ യഹൂദ പുരോഹിതന്മാർക്കും യഹൂദ പെരുമാണിമാർക്കും ഒറ്റിക്കൊടുത്ത നിമിഷമാണ് ഇവനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ എനിക്ക് എന്ത് തരും. യേശുവിനോടൊപ്പമായിരിക്കാൻ വേണ്ടി നമുക്ക് അല്പസമയം മഹേശ്വരന് വേണ്ടി നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ കർത്താവേ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ 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 അവന്റെ കൂടെ കർത്താവ് സഞ്ചരിക്കും. അതാണ് ദാവീദ് പറഞ്ഞത്, കർത്താവിന്റെ നന്മയും കരുണയും
കാരണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ത്യാഗമുണ്ടല്ലോ, അത് കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കുട്ടികളൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ കൂട്ടായ്മ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാത്ത ക്രിസ്ത്യാനി റോമൻ 8:9 യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളവനല്ല. ഞാൻ ഒരു കോംപ്രമൈസ് തയ്യാറാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ, ചങ്ങാത്തം, ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 9 നിമിഷം നമ്മൾ നയിക്കും സ്വർഗത്തിന്റെ സമൃദ്ധി